ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഹിസ്റ്ററിയിലെ NIOS ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 11 എമർജൻസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ 12th to 18th സെഞ്ചുറി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 11 ചാപ്റ്ററോളം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ ബാമിനി സാമ്രാജ്യം, അതുപോലെ തന്നെ അതിന്റെ കുറെ ഫീച്ചേഴ്സ്, മഹ്മൂദ് ഗവാൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കണം. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നും ക്ലാസ് ഒക്കെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഇട്ട് തരും. നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയമുള്ളവർ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് അധികം വൈകിപ്പിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് നോക്കാനുള്ളത് ബാമിനി സാമ്രാജ്യം. ഓക്കെ, ബാമിനി സാമ്രാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു മുസ്ലിം രാജവംശമായിരുന്നു ബാമിനി സാമ്രാജ്യം എന്ന് പറയുന്നത്. ബാമിനി സാമ്രാജ്യം ഒരു മുസ്ലിം രാജവംശമായിരുന്നു. ബാമിനി സാമ്രാജ്യം എന്ന് പറയുമ്പോൾ സൽത്തനത്ത് അല്ലെങ്കിൽ നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ഡെക്കാൻ, ആ സമയത്ത് വന്ന ഡെക്കാൻ പ്രവിശ്യയിൽ വന്ന ഒരു സാമ്രാജ്യമായിരുന്നു ബാമിനി സാമ്രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ബാമിനി സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഡെക്കാൻ പ്രവിശ്യയിൽ വന്ന ഒരു സാമ്രാജ്യമായിരുന്നു ബാമിനി സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ ബാമിനി സാമ്രാജ്യത്തിലെ ഫൗണ്ടർ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ അദ്ദേഹം കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പൊ അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ഒരു കഴിവുറ്റ ഭരണാധികാരി ആയിരുന്നു. ഇദ്ദേഹത്തിന് എന്തിലൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു? പേർഷ്യൻ സാഹിത്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ അറബിക് ഭാഷയിലൊക്കെ എന്തുണ്ടായിരുന്നു? പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആയിരുന്നു നമ്മുടെ ഈ ഒരു ബാമിനി സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പം ബാമിനി സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. ഡൽഹി സുൽത്താനേറ്റിന്റെ തകർച്ചയെ തുടർന്ന് ഉയർന്നു വന്ന മുസ്ലിം സാമ്രാജ്യമാണ് ബാമിനി സാമ്രാജ്യം. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ തകർച്ചയെ തുടർന്ന് ഉയർന്നു വന്ന സാമ്രാജ്യമായിരുന്നു ബാമിനി സാമ്രാജ്യം. 1347 1347 എന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെ. നമുക്ക് വർഷങ്ങൾ പഠിക്കാൻ അല്ലെങ്കിലും കുറച്ച് പ്രയാസമാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുക 1347 എന്നോ അല്ലെങ്കിൽ 1347 എന്ന് പഠിക്കുകയോ ചെയ്യുക. അപ്പൊ ബാമിനി സാമ്രാജ്യം വന്നത് എപ്പോഴാണ്? 1347 വിജയനഗരത്തിന് തെക്ക് വടക്കായിട്ടാണ് ഇത് ഉയർന്നു വന്നത്. വിജയനഗരത്തിന് തെക്ക് വടക്കായിട്ടാണ് ഇത് ഉയർന്നു വന്നത്. ഇത് നമ്മുടെ ഇവിടെ പറയുന്നുണ്ട്, അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ രാജ്യത്തെ 4 പർഗാനകളായിട്ട് തിരിച്ചു. അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരിയായിരുന്നു ആര്? മുഹമ്മദ് ഷാ. അപ്പൊ അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ 4 പർഗാനകളായിട്ട് തിരിക്കുന്നു. മുഹമ്മദ് ഷാ അടുത്ത് വരികയാണ്. മുഹമ്മദ് ഷാ ഒന്നാമൻ ബാമിനി സാമ്രാജ്യവുമായിട്ടുള്ള ദീർഘകാല യുദ്ധം ആരംഭിക്കുന്നത് മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിലാണ്. മുഹമ്മദ് ഷാ കാലഘട്ടത്തില് വിജയനഗര സാമ്രാജ്യവും അതുപോലെ തന്നെയാണ് ബാമിനി സാമ്രാജ്യവും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും സംശയമുള്ളവർ ചോദിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിലാണ് 2 രാജവംശങ്ങൾ, ബാമിനി സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യവും തമ്മിലുണ്ടായ യുദ്ധം വന്നത് ഈ പീരീഡിലാണ്. അടുത്തത് മുജാഹിദ് ഷാ. മുജാഹിദ് ഷാ അധികാരത്തിലെത്തുന്നു. അടുത്ത വ്യക്തിയാണ് ഫിറോസ് ഷാ ബാമിൻ. മുജാഹിദ് ഷാ എത്തിയതിനു ശേഷം ഫിറോസ് ഷാ എത്തുകയാണ്. 1397 അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ 1397. വർഷങ്ങൾ പഠിക്കാൻ ഏറ്റവും പ്രയാസമാണ്, അറിയാം. ഹിസ്റ്ററി പഠിക്കുമ്പോഴേ വർഷമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓടും അല്ലെ. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. 1397 ആരധികാരത്തിൽ എത്തുകയാണ്? നമ്മുടെ ഫിറോസ് ഷാ അധികാരത്തിൽ എത്തുകയാണ്. പേർഷ്യ, അറബിക്, ടർക്കി, തെലുങ്ക്, കന്നഡ, മറാത്തി എന്നീ ഭാഷകളിൽ പണ്ഡിതനായ വ്യക്തിയായിരുന്നു നമ്മുടെ ഫിറോസ് ഷാ എന്ന് പറയുന്ന വ്യക്തി. ഫിറോസ് ഷാ എങ്ങനെയായിരുന്നു? പേർഷ്യയിലും അറബിക്കിലും അതുപോലെ തന്നെ ടർക്കി ലാംഗ്വേജിലൊക്കെ അഗ്രഗണ്യനായ വ്യക്തിയായിരുന്നു. അടുത്ത വ്യക്തി ആരായിരുന്നു? അഹമ്മദ് ഷാ അധികാരത്തിൽ എത്തുകയാണ്. അഹമ്മദ് ഷാ അധികാരത്തിൽ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വിജയനഗര സാമ്രാജ്യത്തിന്റെ പരാജയം സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതായത് ബാമിനി സാമ്രാജ്യം അടിച്ചിടുക അല്ലെങ്കിൽ എന്താണ് തകർത്തെറിഞ്ഞത്, വിജയനഗര സാമ്രാജ്യം തകർത്തെറിഞ്ഞത് ഏത് പീരീഡിലാണ്? അഹമ്മദ് ഷായുടെ പീരീഡിലാണ്. അഹമ്മദ് ഷാ പീരീഡിലാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ആയത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം വന്ന വ്യക്തിയാണ് അഹമ്മദ് ഷായുടെ ശേഷം അലാവുദ്ദീൻ സെക്കൻഡ്, ഹുമയൂൺ, മുഹമ്മദ് ഷാ തേർഡ്. മനസ്സിലാവുന്നുണ്ടോ? അലാവുദ്ദീൻ സെക്കൻഡ്, ഹുമയൂൺ, മുഹമ്മദ് ഷാ തേർഡ്, ഇങ്ങനെ 3 പേര് ഇവിടെ വരികയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മുഹമ്മദ് ഷാ
മൂന്നാമന്റെ കാലഘട്ടത്തിലാണ് ബാമിനി സാമ്രാജ്യത്തിന്റെ ഒരു സുപ്രധാന കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മുഹമ്മദ് ഷാ മൂന്നാമന്റെ കാലഘട്ടത്തിലാണ് ബാമിനി സാമ്രാജ്യത്തിന്റെ ഒരു സുപ്രധാന കാലഘട്ടം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? അവിടെ മഹ്മുദ് ഗവാൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. മഹ്മുദ് ഗവാൻ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു സാമ്രാജ്യത്തെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആക്കിയത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു ഭരണാധികാരിയായിരുന്നു കാലിമുള്ള ഷാ. അപ്പൊ ഇതോടെ നമ്മുടെ ബാമിനി സാമ്രാജ്യം അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. ബാമിനി സാമ്രാജ്യം എന്താണ് എന്നറിയപ്പെട്ടത് ഒരു മുസ്ലിം രാജവംശമായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ പ്രശസ്ത സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ബാമിനി സാമ്രാജ്യം. മധ്യകാല ഇന്ത്യയിലെ പ്രശസ്ത സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ബാമിനി സാമ്രാജ്യം. ബാമിനി എന്ന് പറയുന്നത് എന്താണ്? പേർഷ്യൻ സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും പ്രോത്സാഹകരായിരുന്നു. അല്ലെ, ബാമിനി എന്ന് പറയുന്നത് പേർഷ്യൻ സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും പ്രോത്സാഹകരായിരുന്നു. ഇവരിൽ ചിലർ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞത്, ധാരാളം ലാംഗ്വേജസ് ഒക്കെ എന്താണ് ബൈഹാർട്ട് ചെയ്യാൻ കഴിവുള്ളവരായിരുന്നു. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്തെന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ തകർച്ചയെ തുടർന്ന് ഉയർന്നു വന്ന മുസ്ലിം സാമ്രാജ്യമായിരുന്നു ബാമിനി സാമ്രാജ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസോ ഉണ്ട് എങ്കിൽ ധൈര്യമായിട്ട് പറയുക കേട്ടോ. സംശയമുള്ളവർ പറയുക. ഡൽഹി സുൽത്താനിന്റെ തകർച്ചയെ തുടർന്ന് ഉയർന്നു വന്ന മുസ്ലിം സാമ്രാജ്യമാണ് ബാമിനി സാമ്രാജ്യം. 1347 എന്ന് പഠിക്കുക. അല്ല എങ്കിൽ 1347 ഉയർന്നു വന്നത്. ഓക്കെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ഒരു വെല്ലുവിളിയായിട്ടാണ് വന്നത്. പിന്നെ പറഞ്ഞു എന്താണ്, അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ എന്ത് ചെയ്തു? 4 പർഗാനകളായിട്ട് തിരിച്ചു. മുഹമ്മദ് ഷാ ഒന്നാമനാണ്. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിലാണ് ബാമിനി സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യവും തമ്മിലുണ്ട എന്ത് സംഭവിച്ചത്? ദീർഘകാലഘട്ടത്തിലുള്ള യുദ്ധം നിലവിൽ വന്നത്, അല്ലെങ്കിൽ യുദ്ധം നടന്നത് മുഹമ്മദ് ഷായുടെയും അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ വിജയനഗര സാമ്രാജ്യവും തമ്മിലുണ്ട യുദ്ധം നിലവിൽ വന്നത് മുഹമ്മദ് ഷായുടെ കാലഘട്ടത്തിലാണ്. ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയുക. നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട് എങ്കിലും പറയുക. അടുത്തതിന് ശേഷം എന്താ പറയുന്നത്? മുജാഹിദ് ഷാ. അടുത്ത വ്യക്തി ആരാണ്? മുജാഹിദ് ഷാ അധികാരത്തിൽ എത്തുകയാണ്. മുജാഹിദ് ഷായ്ക്ക് ശേഷം ഫിറോസ് ഷാ അധികാരത്തിൽ വരികയാണ്. ഫിറോസ് ഷായ്ക്ക് ശേഷം ആര് വരികയാണ്? നമ്മുടെ അഹമ്മദ് ഷാ അധികാരത്തിൽ എത്തുന്നു. അതിനുശേഷം അലാവുദ്ദീൻ സെക്കൻഡ്, പിന്നെ ഹുമയൂൺ, പിന്നെ മുഹമ്മദ് തേർഡ്. ഇങ്ങനെ 3-4 പേരിന് ശേഷമാണ് വരുന്നത്. ഇതില് മുഹമ്മദ് തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമന്റെ കാലഘട്ടമാണ് ബാമിനി സാമ്രാജ്യത്തിന്റെ സുപ്രധാന കാലഘട്ടം എന്ന് പറയുന്നത്. മുഹമ്മദ് തേർഡിന്റെ കാലഘട്ടത്തിലാണ് ബാമിനി സാമ്രാജ്യത്തിന്റെ ഒരു സുപ്രധാന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോ ഈ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുഹമ്മദ് ഷാ മൂന്നാമന്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു മഹ്മുദ് ഗവാൻ. ആരാണ്? മഹ്മുദ് ഗവാൻ. ഈ മഹ്മുദ് ഗവാൻ എന്താ ചെയ്തത്? അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. അതായത് ബാമിനി സാമ്രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ധാരാളം കാര്യങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു മഹ്മുദ് ഗവാൻ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഈ മഹ്മുദ് ഗവാന്റെ കുറിച്ചാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യാണ്? വൈൻഡ് അപ്പ് ചെയ്യാണ്. അതായത് ഈ ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മാത്രം. ഇനിയുണ്ട് നമുക്ക് ഒരുപാട്. ഈ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു കാലിമുള്ള ഷാ. കാലിമുള്ള ഷായാണ് അവസാനത്തെ ഭരണാധികാരി. അപ്പൊ ബാമിനി സാമ്രാജ്യം പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ, മഹ്മുദ് ഗവാൻ, അതുപോലെ മുഹമ്മദ് ഷാ തേർഡിന്റെ കാലഘട്ടത്തിലാണ് ബാമിനി സാമ്രാജ്യം ഉയർന്ന് വന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. റെഡിയാണോ? ആർ യു റെഡി? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? മഹ്മുദ് ഗവാൻ. മഹ്മുദ് ഗവാൻ എവിടെയാണ് ജനിച്ചത്? ഇറാനിൽ ജനനം. മഹ്മുദ് ഗവാൻ ഇറാനിൽ ജനനം. ബീഡറില് ഒരു കച്ചവടക്കാരനായി തുടക്കം. ബീഡറില് ഒരു കച്ചവടക്കാരനായി തുടക്കം കുറിച്ച വ്യക്തിയാണ് മഹ്മുദ് ഗവാൻ. നിരവധി പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ധാരാളം പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും തരാഫ് എന്ന് പറയപ്പെടുന്ന 8 പ്രവിശ്യകളായിട്ട് അദ്ദേഹം തിരിക്കുകയും ബീഡറിൽ ഒരു കോളേജ് സ്ഥാപിക്കുകയും മദ്രസ, നമുക്കറിയാം മുസ്ലിം സമുദായത്തിലുള്ള കുട്ടികൾ വേദപഠനത്തിനായി പോകുന്ന മദ്രസ ആരംഭിക്കുകയും അതിൽ 1000-ഓളം പേർ അധ്യാപകരും കുട്ടികളും ഒക്കെ താമസിച്ചു പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ, ഗോവ തുറമുഖം പിടിച്ചടക്കി വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തി. ഇങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്ന വ്യക്തിയാണ് മഹ്മുദ് ഗവാൻ. ക്ലിയർ ആവുന്നുണ്ടോ? മഹ്മുദ് ഗവാൻ എന്ന് പറയുന്നത് ഇറാനിൽ ജനനം, ബീഡറില് ഒരു കച്ചവടക്കാരനായി തുടക്കം. ബീഡറില്
ഒരു കച്ചവടക്കാരനായ തുടക്കം, നിരവധി പ്രദേശങ്ങൾ പിടിച്ചെടുത്തു, രാജ്യത്തെ തരാഫ് എന്നറിയപ്പെടുന്ന 8 പ്രവിശ്യകളായിട്ട് തിരിച്ചു, ബീഡറിൽ ഒരു കോളേജ് സ്ഥാപിച്ചു, വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തി, കൂടാതെ ഗോവ തുറമുഖം പിടിച്ചടക്കി, അഴിമതിയെ തുടച്ചുമാറ്റി, പിന്നെ എന്താണ്, ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം പണി കഴിപ്പിക്കുകയും ഒരു മദ്രസ, അവിടെ 1000-ഓളം കുട്ടികളും അധ്യാപകരും പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ മഹ്മൂദ് ഗവാനെ കുറിച്ച് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? അതേ ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു. കൂടാതെ എങ്ങനെയായിരുന്നു? മുഹമ്മദ് ഷാ മൂന്നാമന്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. കൂടാതെ എങ്ങനെയാണ്? ഇറാനിൽ ജനനം, ബീഡറിൽ ധാരാളം ഒരു കച്ചവടക്കാരനായിട്ട് വരികയും ധാരാളം കോളേജുകൾ സ്ഥാപിക്കുകയും വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയും മദ്രസ ആരംഭിക്കുകയും. ഈ മദ്രസ എങ്ങനെയായിരുന്നു എന്നറിയോ? ഈ മദ്രസ എന്ന് പറയുന്നത് ധാരാളം നിറമുള്ള ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു മദ്രസ അദ്ദേഹം ആരംഭിക്കുകയും ചെയ്തു. ഗോവ തുറമുഖം പിടിച്ചടക്കി, അഴിമതി തുടച്ചുമാറ്റി. ഇതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. ആർ യു റെഡി? ക്ലിയർ ആണോ? ഓക്കെ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിജയനഗര എംപയർ. വിജയനഗര എംപയർ ടോട്ടൽ ആയിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ എക്സാമിന് റൈറ്റ് ദ വിജയനഗര എംപയർ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി സ്ട്രക്ചർ എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ എഴുതുക. ഫുൾ ആയിട്ട് എഴുതണം. അതായത് വിജയനഗര സാമ്രാജ്യം എന്ന് വന്നു, ഭരണാധികാരി ആരായിരുന്നു, മിലിറ്ററി എല്ലാം എഴുതണം. ഇനി അല്ലാതെ വിജയനഗര സാമ്രാജ്യത്തിന്റെ 4 ഡയനാസ്റ്റി ചോദിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് എഴുതുക. അതില് മിലിറ്ററി ചോദിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് എഴുതുക. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ചോദിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് എഴുതുക. അല്ല ടോട്ടലായിട്ട് വിജയനഗര സാമ്രാജ്യം എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അത് ഒക്കെ ആയിട്ട് എഴുതുക. 4 ഡയനാസ്റ്റി ഏതൊക്കെയാണ്? സംഗമ വംശം, സാലുവ വംശം, തുളുവ വംശം, അരവിടു വംശം. വിജയനഗര സാമ്രാജ്യത്തിന്റെ 4 വംശങ്ങൾ ഏതൊക്കെയാണ്? സംഗമ വംശം, സാലുവ വംശം, അരവിടു വംശം, പിന്നെ എന്താണ്? തുളുവ വംശം. ഇനി വിജയനഗര സാമ്രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എഴുതാൻ ചോദിക്കാം. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് വിജയനഗര എംപയർ. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് വിജയനഗര എംപയർ എന്ന് ചോദിക്കുവാണെങ്കിൽ രാജവാഴ്ച സ്വേച്ഛാധിപതിയായിരുന്നു. ഓക്കെ, മനസ്സിലായോ? കിങ്ഷിപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ്? കിങ്ഷിപ്പ് ആണ്. രാജവാഴ്ച സ്വേച്ഛാധിപതിയായിരുന്നു. എന്നാൽ രാജാവിനായിരുന്നു പ്രാധാന്യം. കിങ്ങിനെ സഹായിക്കാനായിട്ട് മന്ത്രിസഭ ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രവിശ്യകളെന്നും ജില്ലകളെന്നും പർഗാനകളെന്നും. കുട്ടികൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും പർഗാന എന്നും ജില്ല എന്നും അതുപോലെ ഗ്രാമം എന്നും ഒക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ട്. ഏതൊരു രാജവംശത്തിലും പർഗാനകളായിട്ടും ജില്ലകളായിട്ടും ഗ്രാമങ്ങളായിട്ടും ഒക്കെ തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട. ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു 4 കാര്യങ്ങൾ എഴുതുക. അപ്പൊ രാജ്യത്തെ പർഗാനകളെന്നും ജില്ലകളെന്നും ഗ്രാമങ്ങളെന്നും തിരിച്ചിരുന്നു. ഗ്രാമത്തലവനെ എന്തെന്ന് വിളിച്ചു? ഗൗഡ എന്ന പേരിൽ അറിയപ്പെട്ടു. ഗ്രാമത്തലവൻ എന്ത് പേരിൽ അറിയപ്പെട്ടു? ഗൗഡ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ ഗ്രാമത്തലവനാണ്. ഗ്രാമത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്തു പോന്നിരുന്നത് ഗ്രാമത്തലവനായിരുന്നു. ഓക്കെ, ഗ്രാമത്തിലെ ഭരണങ്ങൾ ചെയ്തു പോന്നിരുന്നത് ഗ്രാമത്തലവനായിരുന്നു. ശിക്ഷകൾ എങ്ങനെയായിരുന്നു? കഠിനമായിരുന്നു. ഏതൊരു തെറ്റ് ചെയ്താലും ശിക്ഷകൾ എങ്ങനെയായിരുന്നു? കഠിനമായിട്ട് ചെയ്തു കൊടുത്തിരുന്നു. അതായത് തെറ്റ് ചെയ്യുന്നവൻ എന്ത് കൊടുത്തിരുന്നു? ശിക്ഷ കൊടുത്തിരുന്നു. ശിക്ഷകൾ കഠിനമായിരുന്നു. ഒരു സൈന്യത്തെ നിലനിർത്തിയിരുന്നു. അപ്പോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് വിജയനഗര എംപയർ എന്ന് ചോദിക്കുവാണെങ്കിൽ രാജവാഴ്ച സ്വേച്ഛാധിപതിയായിരുന്നു. എന്നാൽ രാജാവിനായിരുന്നു പ്രാധാന്യം. കിങ്ങിനെ സഹായിക്കാനായിട്ട് മന്ത്രിസഭ ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രവിശ്യ എന്നും പർഗാന എന്നും ഗ്രാമം എന്നും തിരിച്ചിരുന്നു. ഗ്രാമത്തലവനെ എന്നറിയപ്പെട്ടു? ഗൗഡ എന്നറിയപ്പെട്ടു. ഗ്രാമത്തലവനെ ഗൗഡ എന്ന് അറിയപ്പെട്ടു. രാജാവിന് നീതി നിഷ്പക്ഷമായിരുന്നു. ഓക്കെ, രാജാവിന് നീതി നിഷ്പക്ഷമായിരുന്നു. അല്ലെങ്കിൽ ശിക്ഷകൾ കഠിനമായിരുന്നു. രാജാവിന് ശിക്ഷകൾ കഠിനമായിരുന്നു. പിന്നെ എന്താണ്? ശക്തവും സുസംഘടിതവുമായ ഒരു ആർമീനെ നിലനിർത്തിയിരുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ മിലിറ്ററി എംപയറിനെ കുറിച്ച് അല്ലെങ്കിൽ മിലിറ്ററി ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കാം. യുദ്ധങ്ങൾ ധാരാളം നടത്തിയവരായിരുന്നു ആര്? വിജയനഗര സാമ്രാജ്യത്തിലെ വ്യക്തികൾ. യുദ്ധങ്ങൾ ധാരാളം നടത്തിയിരുന്നു. അധികാരം വർദ്ധിപ്പിക്കാനായിട്ട് യുദ്ധങ്ങൾ നടത്തിയിരുന്നു. അതിനായി ശക്തമായ ഒരു സൈന്യം നിലനിർത്തിയിരുന്നു. കിങ് കഴിഞ്ഞാൽ പട്ടാളത്തിനായിരുന്നു ഉന്നത സ്ഥാനം.
ഉന്നത സ്ഥാനം. സാമ്രാജ്യത്തിലെ കോട്ടകൾ കെട്ടി സംരക്ഷിക്കാൻ ഇവരായിരുന്നു നായകന്മാർ എന്നാണ് അറിയപ്പെട്ടത്. സാമ്രാജ്യത്തിലെ പട്ടാളക്കാരെ എന്തെന്നറിയപ്പെട്ടു? നായകന്മാർ എന്നറിയപ്പെട്ടു. സാമ്രാജ്യത്തിലെ പട്ടാളക്കാരെ അറിയപ്പെട്ടത് നായകന്മാർ എന്നറിയപ്പെട്ടു. നീതിന്യായം, സിവിൽ, സൈനികം എന്നിവയുടെ ചുമതല ഇവർക്കായിരുന്നു. നീതിന്യായം, ചുമതല, സൈനികം ഇതെല്ലാം ഇവർക്കായിരുന്നു. അമരം എന്ന പേരില് നികുതി പ്രദേശം ഇവർക്ക് കൊടുത്തിരുന്നു. അമരം എന്ന പേരില് നികുതി പ്രദേശം ഇവർക്ക് കൊടുത്തിരുന്നു. അപ്പം ഇവരെ എന്തെന്നറിയപ്പെട്ടു? പലേ യാഗർ എന്നറിയപ്പെട്ടു. പലേ യാഗർ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ. മിലിറ്ററി ഓർഗനൈസേഷൻ ഓഫ് വിജയനഗര എംപയർ നിരന്തരം യുദ്ധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അല്ലെ? നിരന്തരം യുദ്ധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അധികാരം വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു? ശക്തമായ ഒരു സൈന്യം നിലനിർത്തിയിരുന്നു. കിങ് കഴിഞ്ഞാൽ പട്ടാളത്തിനായിരുന്നു അധികാരം അല്ലെ? കിങ് കഴിഞ്ഞാൽ പട്ടാളത്തിനാണ് അധികാരം. ഉന്നത സ്ഥാനം സാമ്രാജ്യത്തിലെ ഇവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ കോട്ടകൾ ഒരുപാട് പണി കഴിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് എന്തായിരുന്നു? കോട്ടകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പട്ടാളക്കാരെ കൊടുത്തിരുന്നു. പട്ടാളക്കാരെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? നായകന്മാർ. ഓക്കെ. സിവിൽ, നീതിന്യായം, സൈനികം എന്നിവയുടെ ചുമതല ഇവർക്കായിരുന്നു. അമരം എന്ന പേരിൽ നികുതി പ്രദേശം സേനാധിപതിമാർക്ക് നൽകി. അമരം എന്ന പേരിൽ എന്താണ്? ഒരു നികുതി പ്രദേശം ഇവർക്ക് നൽകി. ഇവരെ വിളിച്ചിരുന്ന പേര് പലേ യാഗർ എന്നറിയപ്പെട്ടു. അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബാമിനി സാമ്രാജ്യം, മഹ്മൂദ് ഗവാൻ, വിജയനഗര സാമ്രാജ്യം. എന്തെങ്കിലും സംശയമുള്ളവർ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. എന്ത് സംശയമായാലും നിങ്ങൾ എന്ത് ചെയ്യുക? പറയുക. ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക? മടി കൂടാതെ എല്ലാം നമ്മളോട് ചോദിക്കാനായിട്ട് നിങ്ങൾ വിസമ്മതിക്കരുത്. ഓക്കെ. ഇനി വീണ്ടും ഒരു പുതിയ ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.